കുമാരൻ, രവി, ആരുമില്ല ഇവിടെ? ഇവിടെ ആരുമില്ല. ആരുമില്ലേ? എവിടെ പോയി? അവരെല്ലാം കൂടി ഉത്രാളിക്കാവിലെ പൂരത്തിന് പോയിരിക്കുക. പൂരത്തിന് പോണ കാര്യം അവര് പറഞ്ഞില്ലല്ലോ. സരള പോയില്ലേ? ഓ, നമുക്കെന്ത് പൂരം. എന്നാലും ജോളിയായിട്ടൊന്ന് പോയി വരായിരുന്നില്ലേ? ജോളിയോ? അതാരാ? അയ്യോ, ജോളി എന്ന് പറഞ്ഞാ ഹാപ്പി, സന്തോഷം. ഇംഗ്ലീഷിൽ സന്തോഷത്തിന് ജോളി എന്നാ പറയാ. ഞങ്ങൾ പാവങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അവരിനി പൂരവും കണ്ട് പൊടിയും തട്ടി എപ്പോഴാ വരിക? ആവോ, എനിക്കറിയില്ല. ഈ രാത്രി ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ചു പോവാ? നല്ല മഞ്ഞും. സരളയ്ക്ക് തണുക്കുന്നുണ്ടോ? പിന്നെ ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. എന്റെ സരളെ, ഈ രാത്രി അവനെ കാണുന്നില്ല. എടാ മോനെ രവി, ഇങ്ങോട്ട് വേണ. എങ്ങനെയുണ്ടാ അച്ഛന്റെ കുട്ടൻ? ഇനി കുപ്പച്ചനെ നമ്മൾ കൂടോത്രം ചെയ്തു അവൻ പറഞ്ഞു നടന്നാൽ നാട്ടുകാർ വിശ്വസിക്കോടാ? ഇല്ല. നമ്മുടെ വീട്ടിൽ കയറി വന്ന് വേണ്ടാതീനം നടത്തിയപ്പോ നമ്മൾ അടി കൊടുത്തു. ആ വൈരാഗ്യത്തിന് നുണ പറഞ്ഞ് നടക്കുകയാണെന്നല്ലേ നാട്ടുകാർ വിചാരിക്കൂ. ഇതാടാ ബുദ്ധി. അതേടാ ചെറ്റേ, നിന്റെ ബുദ്ധി ഒടുക്കത്ത ബുദ്ധി. അതാടാ കള്ളൻ. കള്ളൻ നിന്റെ തന്ത. എടാ പരട്ട മൂശാരി, നിന്റെ എന്നെ പറ്റിച്ചിട്ട് നീയും നിന്റെ മക്കളും കൂടി പവിത്ര കണ്ണാടി വാർക്കും അല്ലടാ, കോപ്പ് വാർക്കും. കാണാം ഞാൻ ആളാക്കി. നിന്റെ മോൻ കുമാരന് ഉപ്പുവച്ചൻ ആല കൈമാറുന്ന എനിക്കൊന്ന് കാണണം. ഇനി ഞാൻ കൂടോത്രം ചെയ്ത കാര്യം പറഞ്ഞാലല്ലേ ആൾക്കാർ വിശ്വസിക്കാതിരിക്കുള്ളൂ. എടാ തങ്കൂന് വേറെ വഴി ഉണ്ടടാ തെണ്ടി. നീ ഏത് വഴിയെങ്കിലും നോക്കടാ നാറി. ഏതെങ്കിലും വഴി അല്ലടാ, ജഗദമ്മയുടെ മൂശാരി ചക്രപാണി പാലക്കാട്ട് ജീവനോടെ ഇരിപ്പുണ്ട്. അവനും കൂടി അവകാശപ്പെട്ടതാടാ കുപ്പുവച്ചന്റെ ആല. എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ചക്രപാണിയെ പാലക്കാട്ടുനിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വരും. തെറ്റിയ ഞാൻ മഹാ ചെറ്റയാടാ, കറുത്ത ചെറ്റ. മൂപ്പര പേര് ചക്രപാണി എന്നാ. കണ്ടാല് ഒരു ഗുസ്തിക്കാരനെ പോലെ. കുസ്തിക്കാരനാണോന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നതാണ്. അതാ വീട്. പട്ടിയുണ്ടോ? ഇല്ല. പട്ടിയില്ലേ? ഒരു മോൻ വെച്ചു പോയി. വാ. നീ ഒരു മനുഷ്യ സ്ത്രീയാണ് ആണെങ്കിൽ ഉത്രാളിക്കാവിലെ പൂരത്തിന് ഒരു മഞ്ഞുള്ള രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഇത് മറ്റേ പീസാണെന്നാ തോന്നുന്നത്. സുരേ, ചക്രവാണി ഒന്ന് കാണാൻ വേണ്ടി. നീങ്ക ആര്? ചക്രവാണി, നീ ഭാഗ്യവാൻ തന്നെ. നീങ്ക ആര്? ഞാൻ തങ്കു, ഷൊർണൂർ. ചക്രവാണിയുടെ നண்பர்கள் 20. എന്താ അടി അവിടെ? இந்த ஆளு சக்கரபாணியர் என்ன பார்க்க வந்திருக்காங்க. എവിടുന്നാ? ഷൊർണൂരിന്നാ. ആ തങ്കു വാടാ. സുരാ വാടാ. എന്റെ ദൈവമേ, സുരാ മെലിഞ്ഞു മെലിഞ്ഞ് ആളെ ഇതെന്താ സാധനം? നമ്മുടെ ചെങ്ങായിടാ. നീ എന്തിനാ വന്നേ? അല്ല വരുമ്പോട്ടാ, നിങ്ങൾ ആലയിലേക്ക് വരാത്തോണ്ട് ഒരു ഉഷാറുമില്ല. അത് ശരിയാ. അസത്ത് നാടിനും വീടിനും പേര് കൂട്ടുണ്ടാക്കി നടക്കുക. എനിക്ക് തിരിച്ച് സംസാരിക്കാനുണ്ട്.
മനസ്സറിഞ്ഞല്ലെങ്കിലും നിങ്ങൾക്ക് പിണഞ്ഞതിനൊക്കെ കാരണക്കാരൻ ഞാനാ. ആ അവകാശത്തിലാണെന്ന് കൂട്ടിക്കോ. നിനക്കിങ്ങനെ അവൻ എങ്ങനെ കഴിയുന്നു? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി പുതിയതൊന്ന് എന്ന മോഹത്തിലല്ല ഞാൻ. ശശിയുടെ സ്ഥാനത്ത് നിന്നാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് ഞാനുണ്ട്. ഞാൻ എന്താ വേണ്ടത്? ഒരു സഹായം മാത്രം. ജീവിതം തീർന്നു, ഇനി മോഹിക്കാനൊന്നുമില്ലെന്നൊക്കെ ഓർക്കുമ്പോ അതിന്റെ കാരണക്കാരനാണെന്ന് പറഞ്ഞ് 4 വർത്താനം പറയാനുള്ള അവകാശം ഒരു സമാധാനത്തിനാ. എന്തിനാ വിളിപ്പിച്ചത്? ഒന്നും അറിയില്ല, ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞാ പിന്നെ തീർന്നല്ലോ. പക്ഷെ എനിക്കറിയണം, തിരിച്ചു വന്നു കഴിഞ്ഞ ആരുടെ അനുവാദം ചോദിക്കാണ്ട് കൂടെ പൊറുക്കുമെന്ന് ഞാൻ പറഞ്ഞു നടന്നത്. എന്നിട്ട് തൂക്കിക്കൊന്നു കാണാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞവരോട് പുതിയ ചങ്ങാത്തൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. ഓ, അതാണോ? പരമേട്ടൻ അത് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കതല്ല. പണിക്കാരി പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ചാകാനാ തോന്നിയത്. ഞാൻ അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടോ പരമേട്ട കാത്തിരുന്ന് ഒടുവിൽ കാത്തിരുന്ന നീ മാത്രമല്ല, മടങ്ങി വരുമ്പോൾ വേറൊരുത്തന്റെ കെട്ടിയവളായി എന്നറിഞ്ഞിട്ടും ഞാൻ വെറുത്തില്ല. നിന്നെ കാണാനുള്ള പൂതി കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ, ഞാൻ മറക്കാം. പക്ഷേ നിന്നെ എനിക്ക് എന്താ ഉറങ്ങിയില്ലേ? ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങിയാ പോയതെങ്കിലും അവിടെ ചെന്നപ്പം മുതല് ഇങ്ങോട്ട് തിരിച്ചു പോരണമെന്ന് തോന്നി. അവിടെ 1-2 ചെങ്ങായിമാരും ഞാനും കൂടെ ചെറിയ കച്ചവടത്തിലൊക്കെ ആയിരുന്നു. മടുത്തു. നീ ഒറ്റയ്ക്കാണെന്ന് ഓർത്തപ്പോ ഒന്നും വേണ്ടാന്ന് തോന്നി. നിനക്ക് സുഖല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ ഉദ്ദേശം എന്ന്? ഇനിയുള്ള കാലം കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഇവിടം കഴിയുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ പിണങ്ങുന്നത് ലോകസാധാരണമാണ്. ചട്ടിയും കലമൊക്കെ ആവുമ്പോ തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും. നീ ഒന്ന് മിന്നിങ്ങിട്ടുണ്ട്. നിങ്ങളിവിടെ ഉണ്ടായിരുന്ന ആള് പടി കിടന്നതറിഞ്ഞപ്പോ അത് ഞാനാന്ന് കരുതിയില്ലല്ലേ? മോടെ രഹസ്യക്കാരന്റെ ചെരുപ്പ് സൂക്ഷിച്ച് പുറത്ത് കാവലിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായെന്ന് ഞാൻ അറിഞ്ഞു. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇറങ്ങിപ്പോനാ പറഞ്ഞത്. ഈ പടി ചവിട്ടി പോകരുത്. എടോ കുപ്പുവച്ച, ആരുടെ പിൻബലത്തിലാണ് താനീ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ആയിക്കോട്ടെ. അല്ല, കുമാരൻ ആല കൊടുക്കാൻ കാലവും നേരവും നോക്കിയിരിക്കുകയാണെന്ന് അറിഞ്ഞു. എങ്കിൽ കേട്ടോ, ആല കൈമാറുന്ന കുമാരനായിരിക്കില്ല. അഥവാ കുമാരൻ അത് ഏറ്റെടുത്താ ഓൻ ജീവനോടെ ഉണ്ടാവില്ല. താനെന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? ഇറങ്ങിപ്പോവാൻ പോവാണ്. പക്ഷേ താൻ എന്നെ എന്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് വിളിച്ചോണ്ടൊന്ന് ഇവിടെ പൊറപ്പിക്കും. ചക്രപാണിയാ പറയുന്നത്.